ഹലോ ഗെയ്സ്, അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. അത് നമ്മളിപ്പോൾ ദുബായ് എയർപോർട്ടിനകത്താണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ ഇങ്ങനെ യാത്രക്കാരൊക്കെ പോകാൻ നിൽക്കുന്നവർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണിത്. അന്നേരം ഇത് മൊത്തം നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ മടുത്തു. കാരണം ഞങ്ങളൊരു 8:30-9 മണിയപ്പോൾ നമ്മൾ വന്നു അവിടെ. അതിന് ശേഷം ഞങ്ങൾക്ക് വൈകിട്ട് 6:30-ക്കായിരുന്നു ദുബായ് ടൈം. വൈകിട്ട് 6:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഫോണൊക്കെ കണ്ട് എങ്ങനെയൊക്കെയോ സമയം ചിലവഴിച്ചു. അതിനുശേഷം നമ്മളിനി 6:30 ആയപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. ബസ്സിനാണ് നമ്മളെ ഫ്ലൈറ്റിന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ദുബായിൽ നിന്നും ജോർദാനിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഫ്ലൈറ്റിനകത്തോട്ട് കയറി. നല്ല ഫ്ലൈറ്റൊക്കെ ആയിരുന്നു കേട്ടോ. വേറെ സെയിം ഫ്ലൈറ്റ് അല്ല, വേറെ ഫ്ലൈറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ചു. ഞങ്ങൾക്ക് 3 പേർക്കും, എൻ്റെ കൂടെ 2 പേരും കൂടി ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾക്ക് 3 പേർക്കും ഒരു പ്ലേസ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരിങ്ങനെ സ്ഥാനമൊക്കെ കണ്ടുപിടിച്ച് ഫ്ലൈറ്റിനകത്ത് ഇരുന്നു. അങ്ങനെ നമ്മൾ ദുബായിയോട് യാത്ര പറഞ്ഞ് ജോർദാനിലേക്ക് പോവുകയാണ് ഗെയ്സ്. അപ്പോൾ നമുക്കിനി ജോർദാനിലെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അങ്ങനെ ഇരുട്ടായി, ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മനസ്സിൽ കുറച്ച് വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ എല്ലാം അതിജീവിച്ചാണല്ലോ മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കങ്ങനെ ഭക്ഷണമൊക്കെ കിട്ടി. അങ്ങനെ ഭക്ഷണപ്പൊതി പതുക്കെ തുറക്കുവാണ്. ലാം രാഗൂട്ട് എന്നല്ലേ എഴുതിയിരിക്കുന്നത്. എന്തോ ഇറച്ചിയുടെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു പൊടിയായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പുമാവ് പോലത്തെ സാധനമായിരുന്നേ. നമ്മൾ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ കൂടെ വരുന്ന 2 പേരും ഇങ്ങനെ ഫോട്ടോയ്ക്ക് ഇടയ്ക്ക് പോസൊക്കെ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരെന്നെ കൊണ്ട് മടുത്തു കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ അവർക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എനിക്ക് വിൻഡോ സൈഡ് തന്നെയായിരുന്നു കേട്ടോ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പറയും ചെയ്തു, ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. അവർ 2 പേരും ഓക്കെ, നീ അവിടെ ഇരുന്ന് എനിക്ക് വീഡിയോ ഒക്കെ പിടിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ജോർദാനിലേക്കുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ എൻ്റെ കുഞ്ഞൊരു ഫോണിൽ ഒപ്പിയെടുത്തതാണ് ഗെയ്സ് ഇത്. രാത്രി വട്ടത്തിലുള്ള ജോർദാനാണ് കേട്ടോ. നമ്മളവിടെ ഇറങ്ങുമ്പോൾ നല്ല രാത്രിയായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ജോർദാൻ ടൈം ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളവിടെ ഇറങ്ങുന്നത്. അപ്പോൾ രാത്രിയിൽ കാണുന്ന ജോർദാൻ നഗരമാണ് കേട്ടോ ഇത്. അതിനുശേഷം നമ്മൾ പതുക്കെ ജോർദാൻ എയർപോർട്ടിൽ ഇറങ്ങി. ഇവിടുന്ന് നമ്മുടെ ഇമിഗ്രേഷൻ്റെ ഭാഗമായിട്ട് ചെക്കിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അത് വേറെ കാര്യം. നമ്മുടെ പാസ്പോർട്ടൊക്കെ ഇവർ മേടിച്ച് വെച്ചു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഓരോരുത്തരെയും പേര് വിളിച്ച് നമുക്ക് പാസ്പോർട്ട് തരുക ചെയ്തത്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ക്യൂ ആയി നിന്നു. ഞങ്ങൾ 75 പേരുണ്ടായിരുന്നു കേട്ടോ. മുംബൈയിൽ നിന്ന് അന്ന് ഇസ്രായേലിന് വരാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ നമ്മുടെ പാസ്പോർട്ടിനും നമ്മുടെ ലഗേജിനും ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. നമുക്ക് പേടിയായിരുന്നു. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ജോർദാനിൽ നമ്മുടെ ലഗേജ് നഷ്ടപ്പെട്ടു പോകും, ബാഗ് കിട്ടില്ല, പെട്ടി കിട്ടില്ല, അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആരുടെയും ഒരു സാധനം നഷ്ടപ്പെട്ടു പോയില്ല കേട്ടോ. നമുക്കെല്ലാം അതൊക്കെ അവരുടെ ലഗേജൊക്കെ തിരിച്ച് കിട്ടി. അങ്ങനെ അവിടുത്തെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ നമുക്ക് വേണ്ടി അവിടെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബസ്സിനാണെങ്കിൽ നമ്മൾ റൂമിലോട്ട് പോകുന്നത്. അന്ന് നമ്മൾ സ്റ്റേ ചെയ്ത് ജോർദാനിലെ ഒരു ഹോട്ടലിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ ആ ഹോട്ടലിലോട്ട് പോകുന്നതാണ് കേട്ടോ. നല്ല രാത്രിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്തതിന് ശേഷം ഹോട്ടലിൻ്റെ മുന്നിൽ വന്നു. ഹോട്ടലിൻ്റെ ഭാഗങ്ങളാണ് അത് കാണുന്നത്. നല്ല ഹോട്ടലായിരുന്നു, നല്ല ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അടിപൊളി ഹോട്ടലായിരുന്നു. നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹോട്ടലിലെ ഭക്ഷണത്തെക്കുറിച്ചും അവിടുത്തെ റൂമിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.